നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നഖത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കുള്ളതാണ്. പ്രത്യേകിച്ച് കുഴിനഖം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അതിന്റെ കാരണങ്ങളും വീട്ടിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും അതിലുപരി നമ്മൾ ക്ലിനിക്കില് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓയിൽ ഉണ്ട്. ആ ഓയിലിനെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നഖങ്ങൾ എന്നത് ചെറുതാണെങ്കിലും കൈകാലുകളുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഒരു ഭാഗമാണ്. ആരോഗ്യവും ശുചിത്വവും ചേർന്നാൽ മാത്രമേ ഇതിന് സൗന്ദര്യം ഉണ്ടാകൂ. ആയുർവേദത്തിലെ അസ്ഥിധാതുവിന്റെ ഉപധാതുവായിട്ടാണ് നഖത്തിനെയും കേശത്തിനെ അല്ലെങ്കിൽ മുടിയെയും കരുതുന്നത്. ഈ അസ്ഥിധാതുവിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ അസ്ഥിധാതുവിന് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസീസ്, അത് കാൽഷ്യം ഡെഫിഷ്യൻസി ആകാം, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആകാം, മറ്റ് വിറ്റാമിനുകളുടെയോ ധാതുക്കളുടെയോ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് ഈ അസ്ഥിധാതുവിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ നഖത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ മുടി പൊഴിച്ചില് അല്ലെങ്കിൽ നഖത്തിന് എന്തെങ്കിലും കളർ വ്യത്യാസം, നഖം ഇങ്ങനെ വിണ്ട് കീറുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ നഖത്തിന്റെ നിറങ്ങള് മഞ്ഞ നിറത്തിലേക്കും പിന്നീട് തവിട്ടും കറുപ്പും ഒക്കെ നിറത്തിലേക്ക് മാറുക, നഖത്തില് വരകള് വീഴുക, പൊടിയുക, നഖത്തില് ഭാഗികമായിട്ട് മാത്രം നിറം മാറുക, ഇതൊക്കെ കാണാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്നാണ് കുഴിനഖം. ഇൻഫെക്ഷൻ മൂലം നഖത്തിലുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഇൻഫെക്ഷൻ ബാക്ടീരിയലോ വൈറലോ ആകാം. നഖത്തിന്റെ നിറം പതുക്കെ പതുക്കെ മങ്ങിത്തുടങ്ങുകയും പിന്നീട് അത് മഞ്ഞയോ തവിട്ടോ കറുപ്പോ ഒക്കെ ആവുകയും അവസാനം നല്ല കട്ടിയുള്ളതാവുകയും ചെയ്യും. നഖത്തില് വെടിച്ചിലും പൊട്ടലും സംഭവിക്കാം. നഖത്തിന്റെ അടിഭാഗത്തായിട്ട് ചലം പോലെ കാണാം. നഖം ഇടയ്ക്ക് ഇളകിപ്പോകാനും സാധ്യതയുണ്ട്. നഖത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് നീര് വരിക, ചുമപ്പ് നിറം വരിക, സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവുക, ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. ഇതിന്റെ കാരണങ്ങൾ നോക്കാം. എവിടെയെങ്കിലും പെട്ടെന്ന് ഇടിച്ച് ക്ഷതം പറ്റിക്കഴിഞ്ഞ് പിന്നീട് അതിനെ ശരിയായ രീതിയിൽ ചികിത്സിക്കാതെ വരുന്നത് കൊണ്ട് കുഴിനഖം വരാം. പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ നഖം നീട്ടി വളർത്തി നെയിൽ പോളിഷൊക്കെ ഇടുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അങ്ങനെയുള്ള നഖം പെട്ടെന്ന് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാനും അങ്ങനെ ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വൃത്തിയായി സൂക്ഷിക്കാത്തത് കൊണ്ട്, സോക്സ്, ഷൂ പോലുള്ളവയൊക്കെ നനഞ്ഞത് ദീർഘനേരം ഇടുന്നതുകൊണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ് ചില തരത്തിലുള്ള ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർക്ക് തുണി കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പൗഡർ, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ്, ലിക്വിഡ്, ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുവഴിയും കുഴിനഖം ഉണ്ടാകാം. മലിനജലത്തിലുള്ള നടത്തം, വളങ്കടിയുടെ ഇൻഫെക്ഷൻ നഖത്തിലേക്ക് സ്പ്രെഡ് ചെയ്തതുകൊണ്ട്, പൊതുസ്ഥലത്തുള്ള കുളി, പൊതുവായിട്ടുള്ള കുളം, ബാത്റൂം, ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്, മറ്റുള്ളവരുടെ ചെരുപ്പ് ഉപയോഗിക്കുന്നത്, പ്രമേഹം, ത്വക്ക് രോഗങ്ങൾ പോലെയുള്ള രോഗാവസ്ഥകളുള്ളവർ നഖം വെട്ടുമ്പോൾ ശരിയായിട്ട് വെട്ടാത്തത് കൊണ്ടും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലേഡ്, കത്തിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. പെഡിക്യൂർ അല്ലെങ്കിൽ മാനിക്യൂർ പോലുള്ളവയൊക്കെ ചെയ്യുമ്പോൾ മുറിവുകൾ ഉണ്ടാകുകയും അതുവഴി ഇൻഫെക്ഷൻ അകത്തേക്ക് കയറാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും സ്റ്റെറിലൈസ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് വഴിയും കുഴിനഖം വരാം. ഇതുണ്ടാകുന്ന ഒരു രീതി ഞാനൊരു പിക്ചറിന്റെ സഹായത്തോടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന നെയിൽ പ്ലേറ്റ് തൊലിയെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. അണുബാധ ആദ്യം കയറുന്നത് നെയിൽ ബെഡിലേക്കാണ്. പിന്നീട് നെയിൽ പ്ലേറ്റിലുള്ള കെരാറ്റിനെ ഇത് നശിപ്പിക്കും. ഈ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ഈ നഖം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പിന്നീട് മഞ്ഞ നിറത്തിലും കറുപ്പ് നിറത്തിലും അവസാനം കട്ടിയുള്ളതുമാകും. ഈ ഫംഗസിനെ ചികിത്സിക്കാതെ പോയാൽ അത് ഈ മാട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ എത്തുകയും അതുവഴി നഖം സ്ഥിരമായിട്ട് തകരാറിലാകാനും സാധ്യതയുണ്ട്. ഇനി നമുക്കിതിന്റെ ചികിത്സയിലേക്ക് വരാം. ഈ കുഴിനഖം വന്ന ആൾക്കാര് ആ നഖത്തിന് ഒരുപാട് കളർ വ്യത്യാസമൊക്കെ വന്നൊരു വൃത്തികേടായി കഴിയുമ്പം ഇത് പുറത്ത് കാണിക്കാനുള്ള ഒരു മടി കൊണ്ട് നെയിൽ പോളിഷ് അതിന്റെ പുറത്തിടുന്നതായിട്ട് കാണാറുണ്ട്. ദയവേത് അതൊന്ന് ഒഴിവാക്കുക. പകരമായിട്ട് വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി, പച്ച മൈലാഞ്ചി അരച്ചിട്ട് അത് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല തിളച്ച വെള്ളത്തിലേക്ക് കല്ലുപ്പിട്ട് വെക്കുക. ഇതൊന്ന് ആറി ഒരു ഇളം ചൂടെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പം ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ വെള്ളത്തില് കാലിന്റെ ആണോ കൈയുടെ ആണോ ഏത് നഖത്തിലാണ് കുഴിനഖം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുക. എന്നിട്ട് ഇത് പറ്റിയാലൊന്ന് ക്ലീൻ ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ക്ലീൻ ആക്കിയതിനു ശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കുക. ഇതിലേക്ക് പച്ച മഞ്ഞളും ആര്യവേപ്പിന്റെ ഇലയും മൈലാഞ്ചിയുടെ ഇല, ഇതൊന്നും പൊടിയൊന്നും എടുക്കരുത്, പച്ച തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് നല്ല രീതിയിൽ അരച്ച് നല്ല വൃത്തിയുള്ള ഒരു കല്ലിലിട്ട് അരച്ച് ഇത് നമുക്ക് ഈ കുഴിനഖത്തിന്റെ പുറത്തൊരു പൊതിഞ്ഞു വെക്കുന്നത് പോലെ വെക്കാം. വേറെ കെട്ടിയൊന്നും വെക്കേണ്ട. നമ്മൾ പണ്ട് മൈലാഞ്ചി ഒക്കെ ഇടുന്ന ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം.
അടുത്ത ചെയ്യാൻ പറ്റുന്നത് വേപ്പെണ്ണയാണ്. നീം ഓയിൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് നല്ലത് തന്നെ വാങ്ങിക്കുക, ഒറിജിനലായിട്ട് തന്നെ വാങ്ങിച്ചിട്ട് അതൊരു ഡ്രോപ്പറിലോ വല്ലതും എടുത്തിട്ടൊന്ന് ഉറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1-2 ഡ്രോപ്പ് മതി. ഈ കുഴിനഖം വന്ന നഖത്തിനെ എപ്പോഴും വൃത്തിയായിട്ട് നല്ല ഡ്രൈ ആയിട്ടൊക്കെ സൂക്ഷിക്കുക. പൊടിയാകാതെ സൂക്ഷിക്കണം. ഷൂവും സോക്സ് ഒക്കെ നല്ല രീതിയിൽ ഉണങ്ങിയത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ എന്തെങ്കിലും ഡിറ്റർജന്റ് ഒക്കെ അലർജി ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കുഴിനഖം മാറുന്നില്ല എങ്കിൽ ഇത് വേണ്ടവർക്ക് കമന്റ്സിൽ കമന്റായിട്ട് ഇടാവുന്നതാണ്. ഈ മുടിയുടെയും നഖത്തിന്റെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം ഈ അസ്ഥിധാതുവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയുള്ള ഒരു ചികിത്സ ശരിക്കും അപൂർണമാണ്. ഒന്ന് ചികിത്സിച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ വൃത്തിയുള്ള പുതിയ നഖം തന്നെ വരാറുണ്ട് എങ്കിലും ചില ആൾക്കാരിൽ ഇത് റിക്കർ ചെയ്ത് കാണാറുമുണ്ട്. അതിന്റെ ഒരു കാരണം ഈ ഓൾറെഡി പറഞ്ഞ കുറെ കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നത് ഒരു കാരണമാണ്. അതുപോലെ ഞാൻ ഈ പിക്ചറിൽ കാണിച്ച മെട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഫംഗൽ ഇൻഫെക്ഷൻ കയറിയത്, അത് പൂർണ്ണമായിട്ട് അവിടുന്ന് ചികിത്സിച്ച് പോവാതിരുന്നതും ഇതിന് വീണ്ടും റിക്കറൻസ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്.